അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് എല്ലാ തെറ്റുകുറ്റങ്ങൾ പൊറുത്ത് മാഫാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫുർഖാനിലെ 20 ആയത്ത് വരെയാണ് അൽഹംദുലില്ലാ നാം പൂർത്തിയാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 21, 22 ഈ 2 ആയത്തുകളാണ് മനസ്സിലാക്കേണ്ടത്. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായി, റസൂലായി എന്നറിഞ്ഞ സത്യനിഷേധികളായ ആളുകൾ, അവർ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, റസൂൽ ഭക്ഷണം കഴിക്കുകയോ റസൂൽ നടന്നുകൊണ്ട് അങ്ങാടിയിലേക്ക് പോവുകയോ. അതിനുള്ള മറുപടിയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. മുഹമ്മദ് നബിയെ, നിന്റെ മാത്രം പ്രത്യേകതയല്ല ഭക്ഷണം കഴിക്കുന്നു എന്നത്. അങ്ങാടിയിലേക്ക് ആവശ്യത്തിന് വേണ്ടി നടന്നു പോകുന്നു എന്നുള്ളത്. ഞാൻ മുമ്പയച്ച എല്ലാ പ്രവാചകന്മാരും, എല്ലാ നബിമാരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു, നടന്നു പോകുന്നവരായിരുന്നു എന്ന് അവർക്കുള്ള മറുപടിയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഇനി സഹോദരങ്ങളെ, 21, 22 ഈ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾ വാദിച്ച ഒരു വാദത്തെ സംബന്ധിച്ചും അതിനുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണം കേട്ട് ചെറുതായ രൂപത്തിൽ വിശദീകരിക്കാം. وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا يوم يرون الملائكة لا بشرى يومئذ للمجرمين ويقولون حجرا محجورا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖാലല്ലദീന, അവർ പറയുകയും ചെയ്തു. ആര്? ലാ യർജൂന, പ്രതീക്ഷിക്കാത്ത ആളുകൾ, ലിഖാഅന, നാമുമായി കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാത്ത ആളുകൾ പറയുകയും ചെയ്തു. അതായത് നാളെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുണ്ട്, അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട് എന്ന് പ്രതീക്ഷിക്കാത്ത ആളുകൾ, നിഷേധിക്കുന്ന നിഷേധികളായിട്ടുള്ള ആളുകൾ, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ, സ്വർഗത്തെ നരകത്തെ നിഷേധിക്കുന്ന ആളുകൾ, അവർ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലൗലാ ഉൻസില, ഇറക്കപ്പെട്ടുകൂടെ, ഒന്ന് ഇറക്കപ്പെട്ടുകൂടെ, അലൈന, നമ്മുടെ മേൽ, അൽ മലായികത്തു, മലക്കുകളെ. അതായത് നമ്മളിലേക്ക് മലക്കിനെ ഇറക്കപ്പെട്ടുകൂടെ, ഔ അല്ലെങ്കിൽ നറാ റബ്ബന, നമുക്ക് നമ്മുടെ റബ്ബിനെ കണ്ടുകൂടെ. സത്യനിഷേധികളായ ആളുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറയാണ്, എന്ത്? നമുക്ക് ഒരു മലക്കിനെ ഇറക്കപ്പെട്ടുകൂടെ, അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനെ ഒന്ന് കണ്ടുകൂടെ എന്ന രൂപത്തിൽ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണ് എന്ന് കൃത്യമായി തന്നെ അറിയാം, പ്രവാചകനാണെന്നറിയാം. ഖുർആൻ അത് മനുഷ്യനിർമ്മിതിയല്ല,
അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് കൃത്യമായി തന്നെ അവർക്കറിയാം. ഖുർആൻ അവതീർണമായത് എവിടേക്കാണ്? സാഹിത്യ സമ്പൂർണമായ മക്ക എന്ന മണ്ണിലേക്കാണ്. അതുകൊണ്ട് ഇത് മനുഷ്യൻ രചിച്ചതല്ല എന്ന് അവർക്ക് കൃത്യമായി തന്നെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ്? അതാണ് അള്ളാഹു പറയുന്നത്, ലഖദിസ്തക്ബറൂ, അവർ തീർച്ചയായും കിബർ കാണിച്ചു, ഫി അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിന് അവരെന്ത് ചെയ്തു? കിബർ കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് പ്രവാചകനായി എന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ പാവപ്പെട്ടവനായ, ഒന്നുമില്ലാത്ത, ദരിദ്രനായ മുഹമ്മദ് പ്രവാചകനായി എന്നത്, മുഹമ്മദിന് ഖുർആൻ അവതീർണമായി എന്നത് സത്യനിഷേധികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ അവരുടെ സ്വന്തത്തിൽ എന്ത് ചെയ്തു? അവരുടെ മനസ്സിൽ കിബർ കാണിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ് എന്ത്? വഅതൗ ഉതുവൻ കബീറാ, വഅതൗ, അവർ ധിക്കരിക്കുകയും ചെയ്തു, ഉതുവൻ കബീറാ, വലിയൊരു ധിക്കാരം. അപ്പോൾ സഹോദരങ്ങളെ, അവർക്ക് മുഹമ്മദ് റസൂലാണെന്നറിയാം, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്നറിയാം. എന്നിട്ടും അവർ കിബർ നടിച്ചു. കാരണം എന്താ? ഇത്ര ആളുകൾ പണക്കാരായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടും, സ്ഥാനമുള്ള ആളുകൾ ഉണ്ടായിട്ടും, ഈ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായ മുഹമ്മദാണല്ലോ പ്രവാചകനായത്, മുഹമ്മദിനാണല്ലോ ഗ്രന്ഥം ലഭിച്ചത്. അതുകൊണ്ട് അവർ കിബർ നടിച്ചു, അവർ ധിക്കാരികളായി മാറിയെന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിക്കൂടായിരുന്നോ എന്ന് ചോദിച്ച അവർക്കുള്ള മറുപടിയായിക്കൊണ്ട് പറയുകയാണ് 22-ാമത്തെ ആയത്തിൽ. എന്ത്? യൗമ യറൗനൽ മലായികത, യൗമ യറൗന, അവർ കാണുന്ന ദിവസം, യൗമ യറൗന, അവർ കാണുന്ന ദിവസം, അൽ മലായികത, മലക്കുകളെ, ലാ ബുശ്റാ, അവർക്ക് സന്തോഷമുണ്ടാവുകയില്ല, അവർക്ക് സന്തോഷമില്ല. യൗമ ഇതിൻ, അന്നേ ദിവസം, മലക്കിനെ കാണുന്ന ദിവസം സന്തോഷമുണ്ടാവുകയില്ല. ലിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക്. ഈ പറഞ്ഞ ആളുകളില്ലേ, മലക്കിനെ ഒന്ന് കൂടായിരുന്നോ എന്ന് ചോദിച്ച മനുഷ്യർ, നിഷേധികൾ, അവർ മലക്കിനെ കാണുന്ന ദിവസം അവർക്കൊരു സന്തോഷവും ഉണ്ടാവുകയില്ല. വയഖൂലൂൻ, ആ കുറ്റവാളികളായ ആളുകൾ മലക്കിനെ കാണുമ്പോൾ പറയും എന്ത്? ഹിജ്റൻ മഹ്ജൂറാ, അതായത് തടസ്സം, വേണ്ട വേണ്ട, കാണണ്ട എന്ന് ആ മലക്കിനെ കാണുമ്പോൾ അവർ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, എപ്പോഴാണ് ഒരു മനുഷ്യൻ മലക്കിനെ കാണുക? ഒന്ന്, റൂഹ് വലിക്കുന്ന സമയം, അല്ലേ? മലക്കുൽ മൗത്ത് റൂഹ് വലിക്കുന്ന സമയത്ത് മനുഷ്യർ മലക്കിനെ കാണുമെന്നുള്ളതാണ്. അതേ രൂപത്തിൽ ഖബറിൽ വെച്ചും മലക്കിനെ കാണും, നാളെ പരലോകത്ത് വെച്ചും മലക്കിനെ കാണും, അല്ലേ? ആ റൂഹ് വലിക്കുന്ന സമയത്ത് കുറ്റവാളികളായ ആളുകൾ ആ മലക്കിനെ കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവില്ല, പകരം അവർ തടയുമെന്നുള്ളതാണ്. തടസ്സം, വേണ്ട എന്ന രൂപത്തിൽ പേടിച്ചുകൊണ്ടവർ പറയും. നാളെ ഖബറിലായാലും അത്രേ, നാളെ നരകത്തിലായാലും അത്രേ. സഹോദരങ്ങളെ, അപ്പോൾ മലക്കുകളെ കാണുന്ന ദിവസം അവർക്കൊരു സന്തോഷമുണ്ടാവില്ല, അവർ തടസ്സമെന്ന് പറയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആ റസൂൽ കൊണ്ടുവന്ന പ്രമാണങ്ങളെയും അംഗീകരിച്ച് ജീവിക്കാൻ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.